Hi, good afternoon, dear students. How are you? Okay, today let's start a new lesson. That means chapter 8. Non-violence, wisdom, power. Non-violence, wisdom, power. Ahimsa, Arivu, Adhikaram. Okay, here some Malayalam lines given here. കാടും പടലും വെണ്ണീരാക്കി കനകക്കതിരിനു വളമേകി കഠിനമിരുമ്പു കുഴമ്പാക്കി പല കരുനിര വാർത്തു പണിക്കേകി അറിവിൻതിരികൾ കൊളുത്തിക്കലകൾക്കാവേശത്തിൽ ചൂടേകി മാലോടിയഴും മർത്യാത്മാവിന് മേലോട്ടുയരാൻ ചിറകുതകി. These are the lines from Vailopilli. Here it's English version also. Burned jungles down to ashes to nurture golden grains. Had iron we turned to fashion handy tools to serve toil. Lit the lamps of Lot to spread the fatty zeal of life to arts, and wings to suffering soul were lent to ascend unsealed heights of yore. It means കാടും പടലും വെണ്ണീരാക്കി കനകക്കതിരിനു വളമേകി. കാടും പടലും കത്തിച്ചു കൊണ്ട് കനകക്കതിര് അത് ഈ കൃഷിക്ക് വളമായിട്ട് ഇട്ട് കൊടുത്തു. കഠിനം ഇരുമ്പ് കുഴമ്പാക്കി പല കരുനിര വാർത്തു പണിക്കേകി. നല്ല ഇരുമ്പ് നല്ല കഠിനമായിട്ടുള്ള ഇരുമ്പ് ഉരുക്കി അത് പണി ആയുധങ്ങളാക്കി. അറിവിൻതിരികൾ കൊളുത്തിക്കലകൾക്ക് ആവേശത്താൽ ചൂടേകി മാലോടിയഴും മർത്യാത്മാവിന് മേലോട്ടുയരാൻ ചിറകുതകി. Based on this poem, find out the way in which the human life attained progress in India. ഇന്ത്യയിലെ മനുഷ്യ ജീവിതത്തിലുണ്ടായ പുരോഗതിയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് കാടൊക്കെ വെട്ടി തെളിച്ച് അതൊക്കെ കത്തിച്ചു കൊണ്ട് കൃഷിക്ക് വളമിട്ടു, ഇരുമ്പുരുക്കി ആയുധങ്ങൾ ഉണ്ടാക്കി, പണിയായുധങ്ങളാക്കി. We have discussed the Aryans' invention along the Gangetic Valley that we discussed in the last chapter about Aryans. When they reached the Gangetic plain, they started to use iron. After the use of iron, the people started to cultivate. അവർ കൃഷി ആരംഭിക്കുകയും ദേ സ്റ്റാർട്ടഡ് സെറ്റിൽഡ് ലൈഫ് ഓൾസോ. ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കാനൊക്കെ തുടങ്ങി അല്ലേ. ഓക്കെ. As a result of Aryan expansion to the Gangetic plain by the 6th century BC, several agricultural lands and settlements were formed in the region. As a result of Aryan's expansion to Gangetic plain by the 6th century BC, several agricultural lands and settlements were formed in the region. That also we discussed. ആര്യന്മാർ ഗംഗാസമുദ്രത്തിലേക്ക് എത്തുകയും അവർ കൃഷി തുടങ്ങുകയും പല സ്ഥലങ്ങളിലും അവർ സെറ്റിൽ ലൈഫ് തുടങ്ങുകയും ചെയ്തു. പല സ്ഥലങ്ങളിൽ സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി. These settlement with newly developed trading centers and towns were known as Janapadas. അങ്ങനെ അവർ സ്ഥിരതാമസം തുടങ്ങുകയും ചെറിയ ചെറിയ ടൗണുകളൊക്കെ രൂപപ്പെടുകയും ചെയ്തു. അങ്ങനെ അവർ കൂട്ടം കൂടി സ്ഥിരമായി താമസിക്കപ്പെട്ട സ്ഥലങ്ങളും ടൗണുകളൊക്കെ അറിയപ്പെടുന്ന പേരെന്താണ്? ജനപദാസ്. These settlements with newly developed trading centers, പുതിയ വ്യാപാര സ്ഥാപനങ്ങൾ ഡെവലപ്പ് ചെയ്തു. ആൻഡ് ടൗൺസ് were known as ജനപദാസ്. അങ്ങനെ ഇവർ ഈ സ്ഥിരതാമസം തുടങ്ങിയ സ്ഥലങ്ങൾ, അതായത് പുതിയ പുതിയ ചെറിയ ടൗണുകളോട് കൂടിയ കച്ചവട കേന്ദ്രങ്ങളോട് കൂടിയ സ്ഥലങ്ങൾ ജനപദാസ് എന്നറിയപ്പെട്ടു. Several such ജനപദാസ് extended up to Godavari basin also. Godavari river basin also there were some janapadas expanded. 16 janapadas gained prominence among them and came to be known as Mahajanapadas. ജനപദ മീൻസ് യു വാണ്ട് ടു നോ. ജനപദാസ് എന്ന് പറഞ്ഞാൽ ആളുകൾ സ്ഥിരതാമസം തുടങ്ങിയ ചെറിയ പ്രദേശങ്ങൾ, ചെറിയ ട്രേഡിംഗ് സെൻറ്റേഴ്സിനോടോ അല്ലെങ്കിൽ അവരുടെ വ്യാപാര കേന്ദ്രങ്ങളോടോ പുതിയ സിറ്റികളോടോ കൂടിയ ചെറിയ ചെറിയ സ്ഥലങ്ങൾ ജനപദാസ് എന്നറിയപ്പെട്ടു. എമംഗ് ദർ 60 ജനപദാസ് ബിക്കെയിം പ്രോമിനൻറ്റ്. 16 ജനപദാസ് വളരെയധികം പ്രാധാന്യം അർഹിക്കപ്പെട്ടു. ദേ വെർ നോൺ ആസ് മഹാജനപദാസ്.
മഗധ വാസ് ദി മോസ്റ്റ് പവർഫുൾ എമംഗ് ദി മഹാജനപദാസ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഗധ എന്നുള്ള ജനപദയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. ദെൻ you can see Magadha in your textbook. Okay, the 16 Janapadas name we can study. 16 Mahajanapadas. Magadha, Anga, Vaji, Vatsa, Malla, Kashi, Kosala, Chedi, Panchala, Ashmaga, Avanti, Surashena, Kuru, Malsya, Gandhara and Kamboja. These are the 16 Mahajanapadas. Magadha, Anga, Vaji, Vatsa, Malla, Kashi, Kosala, Chedi, Panchala, Ashmaga, Avanti, Surashena, Kuru, Malsya, Gandhara and Kamboja. Among these, Magadha was the main Mahajanapada. Magadha had a large deposit of iron ore. The use of iron weapons and implements were instrumental in the growth of Magadha. Magadha had a large deposit of iron ore. Iron ore means irumbayir. So, people can make many iron tools. Using this iron ore, they will make they can make iron. Using this iron, the people can make iron tools and weapons. So they can use for their agricultural work. Iron axe was effective in clearing the dense forest of the Gangetic plain. Iron axe means axe. They were able to till hard soil using iron ploughshare. Means ഈ കലപ്പ പോലുള്ള സാധനമല്ലേ അത് ഉപയോഗിച്ച് അവർ നല്ലോണം കുഴിച്ച് കിളിർക്കൂലേ നമ്മൾ ഭൂമിയൊക്കെ കൃഷിക്ക് വേണ്ടിയിട്ട്. Consequently, agricultural production increased. That we know. They used these iron tools and weapons. They used this for agriculture. That's why agricultural production increased. Increase means This stimulated trade and the subsequent growth of cities. അങ്ങനെ ഇത് കച്ചവടത്തിനും അത് പിന്നീട് സിറ്റികളുടെ വളർച്ചയ്ക്കും കാരണമായി. മഗധ അറ്റൈൻഡ് പ്രോസ്പെരിറ്റി വിത്ത് ദി പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ്. മീൻസ് ദ ഇൻക്രീസ്ഡ് ദർ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. ദിസ് ലേഡ് ടു ഹൈ ട്രേഡ്. ദിസ് helped Magadha to organize a huge army and conquer the nearby region. അങ്ങനെ ഈ സിറ്റി മഗധ വളർന്നു വന്നു. കൃഷിയും ഇതൊക്കെ അവിടെ വളർന്നു വരികയും നല്ല വികസനം അവിടെ ഉണ്ടാവുകയും ചെയ്തു. ഇത് അവർ നല്ലൊരു ആർമിയെ പടുത്തെടുക്കുന്നതിന് സഹായിച്ചു. ഈ ആർമി മീൻസ് ഈ ആർമി അതായത് സൈന്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മഗധ മറ്റു സമീപ പ്രദേശങ്ങളൊക്കെ പിടിച്ചടക്കാൻ തുടങ്ങി. യുദ്ധങ്ങൾ നടത്തി മറ്റു പ്രദേശങ്ങളൊക്കെ ദേ കോൺക്വർ ദി നിയർ ബൈ റീജിയൻ. Rulers of Magadha during their reigns annexed other Janapadas to Magadha, thus making it a larger kingdom. മഗധയിലെ ഭരണാധികാരികൾ മറ്റു സ്ഥലങ്ങളൊക്കെ പിടിച്ചടക്കിക്കൊണ്ട് മഗധയോട് കൂട്ടിച്ചേർത്തു. മഗധ ഒരു വലിയ രാജവംശമായി തന്നെ മാറി. What are the factors that helped Magadha to grow as a powerful kingdom? Then what are the factors that helped Magadha to grow as a powerful kingdom? You say, okay, large deposit of iron ore. Using this iron, they made tools and weapons, Okay, then next, fertile land. നല്ല ഫലപുഷ്ടിയുള്ള ഭൂമിയാണ്. റിവർ ബാങ്ക്സിനോ സോ ഫെർട്ടൈൽ ലാൻഡ്. യൂസിങ് അയൺ ടൂൾസ് ആൻഡ് വെപ്പൺസ്. ദെൻ they arranged a great army. Then powerful rulers. നല്ല ശക്തരായ ഭരണാധികാരികളായിരുന്നു. This all helped Magadha to grow as a powerful kingdom. Then now I think you got about Janapadas, Mahajanapadas and Magadha. Janapadas means the people. When the Aryans reached in the Gangetic plain, they started settled life. Then അവർ അങ്ങനെ സ്ഥിരതാമസത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ കച്ചവട ആവശ്യങ്ങൾ വർദ്ധിക്കുകയും അവിടെ സിറ്റീസും ട്രേഡിംഗ് സെൻറ്റേഴ്സും വളർന്നു വരികയും ചെയ്തു. അങ്ങനെ അവർ താമസിക്കുന്ന സ്ഥലങ്ങളും ട്രേഡിംഗ് സെൻറ്റേഴ്സൊക്കെ കൂടെ അറിയപ്പെടുന്ന പേരാണ് ജനപദാസ്.
Among them, their 16 Janapadas were very important. Among them, their Magadha became very powerful kingdom. Okay. Then next side heading, Ahimsa. Ahimsa means, here one, you please look your textbook. This is an order from His Highness. This is an order from His Highness. ഇത് രാജാവിൻ്റെ ഓർഡറാണ്. Nobody should practice animal sacrifice as a part of Yajna henceforth. Blood shedding rituals and offering in the form of flesh are not permitted. Acquiring knowledge is life. This proclamation stipulates that only the kind of westward with kindness. This is the order from His Highness. രാജാവിൻ്റെ ഓർഡറാണ്. മീൻസ് ആരും മൃഗങ്ങളെ ഒന്നും കൊന്നിട്ടുള്ള ഒരു യാഗ മീൻസ് ആചാരങ്ങളുണ്ടാവില്ല, അതിലൊന്നും പങ്കെടുക്കരുത്. അതൊന്നും ഇറ്റ്സ് നോട്ട് അലൗഡ്. ഏതു തരത്തിലുമുള്ള മാംസ വിതരണം, മൃഗങ്ങളെ കൊന്ന് വിതരണം ചെയ്യൂലേ, അതൊന്നും അനുവദിക്കുന്നതല്ല. ദെൻ acquiring knowledge is life. അറിവ് നേടുക എന്നുള്ളതാണ് ജീവിതം, അല്ലാതെ മൃഗങ്ങളെ കൊല്ലലല്ല. യാതൊരു തരത്തിലുള്ള ബ്ലഡ് ഷെഡിങ്, അതായത് രക്തച്ചൊരിച്ചിലും അനുവദിക്കുന്നതല്ല. ദിസ് ഈസ് ദി ഓർഡർ ഓഫ് ഹിസ് ഹൈനസ്. ദിസ് ഈസ് ദി പ്രൊക്ലമേഷൻ ഓഫ് കിങ് ബിംബിസാര ഓഫ് മഗധ. ദിസ് ഈസ് ഇത് ഏത് രാജാവിൻ്റെ പ്രഖ്യാപനമാണ്? കിങ് ബിംബിസാര ഓഫ് മഗധ. വാട്ട് കുഡ് ഹാവ് പ്രോംപ്റ്റഡ് ഹിം ടു മേക്ക് സച്ച് എ പ്രൊക്ലമേഷൻ? We have discussed the role of agricultural progress in the growth of Magadha to a powerful kingdom. മഗധയെ ഒരു പവർഫുൾ കിങ്ഡം ആക്കിയത് അഗ്രികൾച്ചറൽ പ്രോഗ്രസ് ആണ്. Cattle were the backbone of agricultural sector in those days. Cattle were the backbone. കന്നുകാലികളായിരുന്നു കൃഷിയുടെ അടിത്തറ. They were essential for ploughing and source of manure. Extensive killing of cattle as offering during the yagas adversely affected agriculture. Through agriculture, Magadha became famous. Through agriculture, Magadha became powerful. Agriculture is the backbone of Magadha. മഗധയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നട്ടെൽ എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ്, കൃഷിയാണ്. സോ കാറ്റിൽ വേർ ദി ബാക്ക് ബോൺ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ. ഈ കൃഷിയുടെ വളർച്ചയ്ക്ക് കന്നുകാലികൾ വളരെ അത്യാവശ്യമാണ്. നിലം ഉഴാനും കന്നുകൂട്ടാന്നൊക്കെ നമ്മൾ പറയുമല്ലേ. ഫോർ ദാറ്റ് ഓൾ കാറ്റിൽ വേർ വെരി എസെൻഷ്യൽ ഫോർ അഗ്രികൾച്ചർ. സോ ദാറ്റ് മെനി പീപ്പിൾ യൂസ്ഡ് ദിസ് കാറ്റിൽ ഫോർ റിച്വൽസ്, മീൻസ് യാഗാസ്. യാഗങ്ങൾ നടത്തുന്നതിനൊക്കെ കന്നുകാലികളെ കൊല്ലുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. സോ അങ്ങനെ കന്നുകാലികളുടെ എണ്ണം കുറയാൻ തുടങ്ങി. ദാറ്റ് എഫക്റ്റഡ് ദർ അഗ്രികൾച്ചറൽ പ്രോഗ്രസ്. ദാറ്റ് എഫക്റ്റഡ് ദി മഗധാസ് അഗ്രികൾച്ചറൽ പ്രോഗ്രസ്. So it is in the concept of King Bimbisara made such a royal proclamation. That's why King Bimbisara made such a proclamation. Okay, I think it's very clear for you. Okay. During this period, Buddhism and Jainism evolved against the inequalities that existed in the society. Jainism propagated by Vardhamana Mahavira and Buddhism by Gautama Buddha gave emphasis to ahimsa. That times two religions emerged. Two religions, രണ്ട് മതങ്ങൾ ഉത്ഭവിച്ചു വന്നു. which are that Buddhism and Jainism. Buddhism and Jainism. Okay. Buddhism and Jainism evolved against the inequalities that existed in the society. സമൂഹത്തിൽ നിലനിരുന്ന അസമത്വങ്ങൾക്കെതിരെ ഉയർന്നു വന്ന മതങ്ങളാണ് ബുദ്ധമതവും ജൈനമതവും. ജൈനിസം പ്രൊപ്പഗേറ്റഡ് ബൈ വർദ്ധമാന മഹാവീര ആൻഡ് ബുദ്ധിസം ബൈ ഗൗതമ ബുദ്ധ. Jainism propagated Jainism founded by Vardhamana Mahavira and Buddhism by Gautama Buddha. They gave emphasis to ahimsa. They gave importance to ahimsa. It was widespread animal sacrifice that prompted Buddha and Mahavira to spread the doctrine of ahimsa. It was widespread animal sacrifice that prompted Buddha മൃഗബലി നിരോധിക്കുകയും വർദ്ധമാന മഹാവീര സ്പ്രെഡ് ദി ഡോക്ട്രിൻ ഓഫ് അഹിംസ, അഹിംസയെ പ്രചരിപ്പിക്കുകയും ചെയ്തു.
They preached their ideology in the language of the common man. Prakrit was the language that Mahavira used, while Buddha used Pali language. സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഭാഷയിലായിരുന്നു അവരുടെ മതം പ്രചരിപ്പിച്ചിരുന്നത്. പ്രാകൃത്, the name of one language, Prakrit, that used by Mahavira, and Buddha used Pali language. Mahavira and Buddha were brought up in royal families in the lap of a very luxury. Still, they were unhappy and worried about the sufferings of the common man and thought of the ways to relieve them of their sufferings. This Vardhamana Mahavira and Buddha, born in royal family, അവർ രാജകുടുംബത്തിൽ ജനിച്ചവരാണ്. അവർക്കെല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും അവർ സാധാരണക്കാരുടെ വിഷമത്തിൽ പങ്കുചേരുകയും സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും സാധാരണക്കാർക്ക് വേണ്ടി അവരുടെ രാജകീയ ജീവിതം ഉപേക്ഷിക്കുകയും ചെയ്തു. Okay, then here that much enough for today. We studied about Buddhism and Jainism. Tomorrow we can study main Jain principle and Buddhist principle. What I took today, that full you read and study very well. Okay, then today's class let's wind up here. Okay, dear students, you please read this lesson very well. Okay, thank you, my dears.